നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ തന്നെ കുവൈറ്റ് കടുത്ത നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. കുവൈറ്റും സൗദിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാഷ്ട്രങ്ങൾക്കും പ്രഖ്യാപിച്ച വിലക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. എന്നാൽ ഇത്തരം വിലക്കിന് പിന്നാലെ പ്രവാസികളേവരും വലയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം കുവൈറ്റിലെ പ്രവാസി ജനസംഖ്യയിൽ വൻ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിലെ ഏറ്റവും വലിയ കുറവാണ് 2020 രേഖപ്പെടുത്തിയതെന്നാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവാസി ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞപ്പോൾ സ്വദേശിയുടെ എണ്ണത്തിൽ നേരിയ വർധനവും ഉണ്ടായിരുന്നു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് പ്രവാസികളുടെ ജനസംഖ്യയിൽ ഇത്ര വലിയ കുറവുണ്ടാവാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വ്യാപാരം കുറഞ്ഞതോടെ പല കമ്പനികളും ജീവനക്കാരെ താങ്ങാനുള്ള ശേഷിയില്ലാതെ അവരെ ഒഴിവാക്കുന്ന സ്ഥിതിയുമുണ്ടായി. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതിനു പുറമെ കുവൈറ്റിലെ വിസ താമസ നിയമങ്ങളിലുണ്ടായ മാറ്റവും തൊഴിൽ മേഖലകളിൽ ശക്തമായി തുടരുന്ന കുവൈറ്റ് വൽക്കരണവും പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കി. അതേസമയം പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2020 കുവൈറ്റി ജനസംഖ്യ 2.2% കുറഞ്ഞ് 46.8 ലക്ഷമായി. 2019 3.3% വളർച്ചയുണ്ടായിരുന്ന സ്ഥാനത്താണിത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കുവൈറ്റ് പൗരന്മാരുടെ ജനസംഖ്യ കഴിഞ്ഞ വർഷം 2% വർദ്ധിച്ചു. പ്രവാസികളുടെ എണ്ണമാവട്ടെ 4% കണ്ട് കുറവും ഉണ്ടായി. ഇതോടുകൂടി രാജ്യത്തെ പ്രവാസി ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 68.7%. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ ശതമാനം കൂടിയാകുന്നു ഇത്. അങ്ങനെ കോവിഡ് മഹാമാരിയുടെ വരവും ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കാരണം 1,30,000 പ്രവാസികളാണ് കുവൈറ്റിൽ നിന്ന് നാടുകളിലേക്ക് എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ ലോക്ക്ഡൌൺ വേളയിൽ പല കമ്പനികളുടെയും പ്രവർത്തനം നിലയ്ക്കുകയും ഇത് കാരണം ഒട്ടുമിക്കവരെയും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. തൊഴിൽ ക്ഷാമം വന്നതിനെ തുടർന്ന് തൊഴിൽ നഷ്ടമായവരും അനവധിയാണ്. ജീവിത ചെലവ് വർദ്ധിക്കുക കൂടി ചെയ്തതോടെ പല പ്രവാസികളും അവരുടെ കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കുന്ന സ്ഥിതിയും ഉണ്ടായി. രാജ്യത്തെ പ്രവാസികളുടെ ആശ്രിതരുടെ എണ്ണത്തിൽ 2019 0.3% കുറവ് രേഖപ്പെടുത്തിയതെങ്കിൽ 2020 അത് 0.4% ഉയരുകയായിരുന്നു. പ്രവാസികൾക്ക് കൂട്ടത്തോടെ തൊഴിൽ നഷ്ടമായതിനെ തുടർന്ന് നിരവധി പേരാണ് നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇതേ തുടർന്ന് കണക്കുകളിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കുവൈറ്റുകൾക്കിടയിൽ തൊഴിൽ നിരക്ക് 2020 2.1% വർദ്ധിച്ചു. 2019 അത് 2.4%. കോവിഡ് കാരണമുള്ള തൊഴിൽ നഷ്ടം സാരമായി ബാധിച്ചത് സ്വകാര്യ മേഖലയാണ്. ഇവിടെ 1.2% തൊഴിലുകൾ കുറഞ്ഞപ്പോൾ പൊതുമേഖലയിൽ 2.7% വർധനവും ഉണ്ടായി. രാജ്യത്ത് ശക്തമായ കുവൈറ്റിവൽക്കരണ നയങ്ങളുടെ ഭാഗമായാണ് ഈ വളർച്ചയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.